ആദിയും നീയേ അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ അന്തവും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ സത്യവും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ വീശി ഒന്ന് ചേർന്ന് ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. നമ്മുടെ സങ്കീർത്തനങ്ങളും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യൻ്റെ വർത്തമാനകാല ദൈവ അനുഭവത്തോട് ചേർത്ത് വെച്ചാണിത് വായിക്കുന്നത്. രാജുവിന് 42 വയസ്സുണ്ട്, വൈഫിനുമുണ്ട് 41 വയസ്സ്. അപ്പോഴേ ഒരു ദിവസം അവർ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാമല്ലോ, ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതൊക്കെ ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്നാണ് പറയണത്. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പറയണത്. ഇത് പ്രൈമറി സ്കൂളിൽ, ഉടമ്പടിയുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയണത് ഞങ്ങൾ ഉടമ്പടി എടുത്തെന്നാണ് പറയണത്. അതിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയും. ഇത് വ്യത്യാസം അതാണ്. അപ്പോൾ രാജീവും ഭാര്യയും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ദൈവം ആ ഉടമ്പടി പക്കയാണെങ്കിൽ, പ്രോമിസ് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം എപ്പോഴും അവിടെ വഴികളിലുണ്ടാകും, വീടുകളിലുണ്ടാകും, എവിടെയെല്ലാം. വേറെവർ വി ഗോ, ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നാണ്. അതായത് ജോഷുവ 1:9 നമ്മൾ എപ്പോഴും പറയുന്നതാണ്, വേറെവർ യു ഗോ. പിന്നെ ഇപ്പോൾ ജോഷുവയുടെ 33 അല്ല, പുറപ്പാടിൻ്റെ 33:14 ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. തമ്മിൽ കൂടി വെക്കുമ്പോഴേ ഇപ്പോൾ ജോഷുവ 1:9 ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും, ഈവൻ ഇൻ യു ആർ വെന്റിലേറ്റർ, നിൻ്റെ വൈഫ് അവിടെ വരത്തില്ല, പക്ഷെ ഞാൻ അവിടെ വരും. ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേക വിശേഷ വിദ്യയായി, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ഇന്ന് ലഭ്യമായ ലളിതവും കൃത്യവുമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്ന് പറയണത്. ഈ ദിവസം ഈ ആഴ്ചയിലുള്ള സാക്ഷ്യങ്ങളെല്ലാം ആ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ രാജീവും വൈഫും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പം എന്തെങ്കിലും ഉടമ്പടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവം സുനിശ്ചിതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഉടമ്പടിയിൽ പ്രയുക്തമായിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ. കാര്യം ഇത് മരിയൻ കവനല്ലേ നമ്മൾ ചെയ്യണത്. അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാവരും കൂടുതലായിട്ട്, ഒരു 70% എബവ് ആൾക്കാർ അനുഭവിക്കുന്നത് മരിയൻ പ്രസൻസാണ്. അപ്പം മരിയൻ പ്രസൻസിന് സ്വർഗീയ സുഗന്ധമാണ്, അലൗകികമായ, നമ്മുടെ നാസ്തികയ്ക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ സുഗന്ധമാണ്. അപ്പോൾ ഈ രാജീവും വൈഫും കൂടി ഇരുന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി, 2 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞുണ്ടാവും, ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടും കൂടി എന്ത് ദൈവികമായ കാര്യവും വചനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഗന്ധം ഇങ്ങനെ വന്ന്, തണുത്ത സുഗന്ധം മുറി മുഴുവൻ വ്യാപിക്കും. വൈഫ്
ഒരു ആനന്ദ അനുഭൂതിയിൽ കരയാൻ തുടങ്ങാം. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഈ മുറി മുഴുവൻ അങ്ങ് നിറയുക. അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് എല്ലാ ദിവസവും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പറയും മാതാവ് നമ്മുടെ കൂടെയുണ്ട്, അമ്മ എന്തോ അടയാളം നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ചുമ്മാ കൊണ്ടുപോയി 2 ദിവസം കഴിയുമ്പോൾ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. 42 വയസ്സുണ്ട്. എന്നാലും അമ്മ വന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു അടയാളം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. അപ്പോഴത് പോസിറ്റീവാകും. ഇപ്പോൾ ഡോക്ടർമാർ പറയും ഒറ്റ നാളൊക്കെ പോകത്തില്ല, നിങ്ങൾക്ക് ഷുഗറാണ്, ഇത് ഹൈ റിസ്ക് ആണെന്ന് പറയും. ഹൈ റിസ്ക്കാണ് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആകണത്. കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ ഇവർ ഈ വിഷയത്തിന് ഡോക്ടർമാർ കാണിക്കുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ നടക്കത്തുള്ളൂ, സ്വാഭാവികമായും നടക്കത്തില്ലെന്ന് പറയുമായിരുന്നു. ട്രീറ്റ്മെൻറ്റിലൂടെ നടന്നാൽ പോലും അത് ഒത്തിരിയേറെ കോസ്റ്റ്ലിയാണ്, ഹൈ റിസ്ക്കാണ്. ഈ മാനുഷികമായിട്ട് കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ ഇതാണ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. രണ്ടാമത്തത് ഹൈ റിസ്ക് ആയിരിക്കും. ദൈവികമാകുമ്പോഴേ കോസ്റ്റ്ലി ആയിരിക്കത്തില്ല, അതിനകത്ത് റിസ്ക് ഇല്ല. അതാണ് എൻ്റെ വ്യത്യാസം എന്നാണ്. അനോയിൻറ്റിങ് മോഡിലാണ് ഉടമ്പടിയുടെ ഒരു സംഭവം. അത് നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഹ്യൂമൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. മാനുഷികമായ അധ്വാനത്തിന് വിധേയമായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയുടെ എല്ലാ ഉടമ്പടി ഡിമാൻഡ്സും പ്രൗഢാന്ന് അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. രോഗികളെ പോയി കാണണം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. ഇയാൾ ഈ രാജീവ് എന്ന് പറഞ്ഞ ആൾ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ ചെയ്യുന്ന ആളാണ്. കാര്യം ഒരു പത്രം, കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ നടന്നു പോയ ആളാണ്. ഇതിങ്ങനെയൊക്കെ മനുഷ്യർ ഉടമ്പടി ചെയ്യണത്. ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ദൈവം മാറുക. നിങ്ങൾ ഉള്ള ഉടമ്പടി പത്രം മുഴുവനും ഒരു പണിയും ചെയ്യത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നേച്ചും കർത്താവ് അനുകരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിന് നിങ്ങൾ വേറെ വല്ല പരിപാടിക്കും പോയാലേ. ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട്. അത് സത്യസന്ധമായിട്ട്, അത് വൃത്തിയായിട്ട്, സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതെന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ, നിങ്ങളിപ്പോൾ ഉടമ്പടിയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ. വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റിൽ കിടക്കുകയാണ്, മാനുഷികമായ ലെവലിലാണ് കിടക്കുന്നത്. ഇത് പെട്ടെന്ന് ഹൈ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം. ഇപ്പം മാനുഷികമല്ലേ, അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം. ഇത് കാര്യം ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം, ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും, ദൈവത്തിന് എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും, ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാത്രം ദൈവത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ. ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു 90% പേരും ഉടമ്പടിയെ സമീപിക്കണം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത്. ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി പക്ക ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിരിക്കണേ. അതിൻ്റെ ലാഗ് ചെയ്യത്തില്ല അതിൻ്റെ അകത്ത്. അതിങ്ങനെ ദൈവം 2 പറഞ്ഞാൽ അത് 2.1 3.99 ആകത്തില്ല, അത് 2 തന്നെ ആയിരിക്കും. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കാനോ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ചിലർക്ക് ചങ്കിൽ ഈ സംഭവം അടിച്ചങ്ങോട്ട് കയറും. നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ്. അതായത് ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും. പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം
അതുകൊണ്ടാണ് ഈ മനുഷ്യൻ 10 കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. അപ്പം അവരോട് മാതാവ് മനസ്സിലൊരു ഉൾക്കാഴ്ച കൊടുക്കും. ഇതെവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും. എവിടെയാണ് ഇതിൻ്റെ മർമ്മമുള്ളത്, അനുഗ്രഹത്തിൻ്റെ മർമ്മമുള്ളത് എവിടെയാണെന്ന് ദൈവമായിട്ട് നിങ്ങൾ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് തരും. ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ് ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ടേ കൊടുക്കുക, അതുവഴി കർത്താവിന് അറിയാത്തത് അറിയും, അറിഞ്ഞവർ മഹത്വപ്പെടുക, ഇതിൽ ദൈവം മഹത്വപ്പെടും എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും. ആന്തരിക ബോധ്യം കിട്ടാത്തവർ ഇത് എവിടെ കൊടുക്കാനാണ്, ഞങ്ങൾ തന്നെ കൊടുക്കാനില്ല, വല്ലവരും കാണുമോ, അവരെന്ത് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്തം കയറ്റി നടക്കും. ഈ പിശാചുകൾ ഉടമ്പടി എടുക്കരുത്. വാസ്തവത്തിൽ നിങ്ങളുടെ സ്പേസ് നരകത്ത് നേരത്തെ വെച്ചിരിക്കുന്നതാണ്. കാര്യം നിങ്ങൾ അല്പവിശ്വാസികളോ ദൈവത്തെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുന്ന പിശാചിൻ്റെ പിണിയാളുകളോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് വിശുദ്ധിയോടെയും സത്യസന്ധമായിട്ടും സ്വന്തം ജീവിത ആവശ്യത്തെക്കാൾ ഉപരി ദൈവത്തെ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ആ ഒരു ബോധത്തിലൂടെ ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ പടപടാന്ന് നിൽക്കും ഈ സംഭവം. എന്നൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ സത്യസന്ധമായി ദൈവത്തിൻ്റെ അടുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും, ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം നിറയുകയാണ്. ആ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്വർഗീയ സുഗന്ധം ഇങ്ങനെ പരന്നു വരണത്. സ്വർഗീയ സുഗന്ധം അത് ഫീൽ ചെയ്തിട്ട് ഇവിടെ ഉള്ളുന്ന ആനന്ദ അനുഭൂതിയിൽ അഭിഷേക നിറവിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കരയുകയാണ്. അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് റിസ്ക്കാണ്, ഷുഗർ ഇത്രയും ഉള്ളതല്ലേ, അപ്പോൾ റിസ്ക് ആണെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയണത്, ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണ്, ഇതിൻ്റെ റിസ്ക് കവർ ചെയ്യേണ്ടത് ആരാണ്, മാതാവാണെന്ന് പറയും. എന്നിട്ട് അവസാനം കുഞ്ഞ് വളർന്ന് വളർച്ച പ്രാപിച്ച് ഇതിൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം പറയും. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഇത്രയും ആ കുഞ്ഞ് സാധാരണ ഉള്ളതിനൊക്കെയായിട്ട് 3,800 4,200 ഉണ്ട്, വലിയ കുഞ്ഞാണ്, ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല. അതിനൊരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് നടക്കും കാര്യങ്ങളൊക്കെ. കാര്യം ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് ലോ റിസ്ക് ആയിട്ട് മാറി. ലോ റിസ്ക്, ഹൈ റിസ്ക് ആയിരുന്ന സംഭവം ലോ റിസ്ക്കായി മാറി, ഈസി ആയിട്ട് മാറി. യാതൊരു ഉത്കണ്ഠയുമില്ല, പേടിയില്ല, ഒന്നുമില്ലാതെ. അത് ഈ ഹൈ റിസ്ക് ലോ റിസ്ക് ആയിട്ട് മാറുന്ന വിഷയം ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലൈറ്റ് വെയ്റ്റ് എന്ന് നമ്മൾ പറയും. ലൈറ്റ് വെയ്റ്റ്, അത് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങൾ അപ്പോൾ 11:28 പറയാം, 11:28, അതുപോലെ ജോഷുവ 24:13, അതിലെല്ലാം ഈ ലൈറ്റ് വെയ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഭാരം ലഘുവാണെന്ന് അർത്ഥം. ഭാരം ലഘുവാണ്. അപ്പം ഇത് ഹൈ ആയിട്ട് വെയിറ്റ് ആയിട്ടുള്ള സംഭവത്തെ ഇങ്ങനെ ദൈവം ഇടപെട്ട് അത് ലഘുവാക്കി കൊടുക്കും. ഹൈ റിസ്ക് എന്ന് പറഞ്ഞതിനെ ലോ റിസ്ക് ആക്കി കൊടുക്കും. ജോഷുവ 24:13. ജോഷുവ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. അപ്പോൾ നമ്മൾ അധ്വാനിക്കാത്ത, നമുക്ക് റിസ്ക് ഇല്ലാത്ത, നമുക്ക് വ്യയമില്ലാത്ത, നമുക്ക് ഭാരമില്ലാത്ത, ദൈവം നേരിട്ട് ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉടമ്പടിയുടെ ഒരു പ്രോമിസിൻ്റെ ഭാഗമാണ്. ഇതാണ് ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ അതിന് അധ്വാനിക്കണം നിർബന്ധമില്ല, ദൈവം അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യും. എൻ്റെ മക്കളെ, എനിക്ക് തോന്നുന്നത് നോട്ട് ബൈ മെറിറ്റ് പോലെ ഏറ്റവും ടോപ്പ് സംഭവമാണ് നിങ്ങൾ, അതായത് നമ്മൾക്ക് പറ്റാത്തതും നമ്മൾക്ക് ചെയ്താൽ വിജയിക്കാത്തതുമായ വിഷയങ്ങൾ ദൈവം
നേരിട്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം. ഇതെല്ലാം പ്രസൻസിൻ്റെ വിഷയമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതും ഈ ലൈറ്റ് വെയ്റ്റും തമ്മിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ദൈവം വരുമ്പോഴെന്താ സംഭവിക്കണത്, ഈ പ്രസൻസാണ് മറ്റ് എല്ലാ പ്രാർത്ഥനാ രീതികളെക്കാളും ഉടമ്പടിയുടെ എല്ലാ ആക്ടിവേറ്റ് ചെയ്യണത് പ്രസൻസാണ്. നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിപരമായിട്ട് വേണം ഉടമ്പടിയെ സമീപിക്കാൻ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഉടനെ വിസ വന്നില്ലല്ലോ, അല്ലെങ്കിൽ പറമ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വഴിക്കണ്ണെന്നിട്ട് നോക്കരുത്. നിങ്ങൾ വഴിക്കണ്ണം നടാൻ നിങ്ങൾക്ക്, പക്ഷെ അത് ദൈവത്തിലേക്കായിരിക്കണം. മനസ്സിലായേ? നിങ്ങൾ ഈ വസ്തു വിൽക്കാമെന്നും പറഞ്ഞ ആൾ അഡ്വാൻസ് തന്നിട്ട് പോയി, പിന്നെ അയാളെ കണ്ടില്ലല്ലോ, അയാൾ വന്നു, അയാളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏജൻസിയോടും കമ്മീഷക്കാരനൊക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ വഴിക്കണ്ണ് വിട്ടിട്ട് നിങ്ങൾ നിൽക്കണ്ടേ. നിങ്ങൾ വഴിക്കണ്ണിടുന്നത് ദൈവത്തെ അല്ല, പിന്നെ എന്താണ്, മനുഷ്യനെയാണ്. മനുഷ്യനെ വഴിക്കണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ജന്മം നിങ്ങൾക്ക് തികയാതെ വരും. ഇത് സ്പീഡപ്പ് ആകണമെങ്കിൽ, ബൈ നോട്ട് ടൈം ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഉടമ്പടിയിൽ ദൈവത്തെ വഴിക്കണ്ണിട്ട് നോക്കണം. ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസൻസ്. അപ്പം പ്രസൻസിന് മുൻതൂക്കം കൊടുത്താൽ, ആ പ്രസൻസ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മളെന്ത് വചനം വായിക്കണേ, കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പ്രസൻസിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വചനം. അപ്പോൾ 1/2 മണിക്കൂർ വചനം വായിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വചനം അനോയിൻറ്റഡ് ആകുമ്പോൾ ആ വചനത്തിൻ്റെ മീഡിയത്തിലൂടെ ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. അതാണ് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേട്ട് ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയണതും, നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയണതും ഈ പ്രസൻസിലുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ്. അതുപോലെ നിങ്ങൾക്കും കിട്ടും. എല്ലാ കഴിയത്തെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ട്. അവൾ എന്തോ പരീക്ഷ എഴുതിയിട്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റേ, അതാണ് വിഷയം. അപ്പോൾ ഒരു ദിവസം എന്താണ് ഈ ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റത് എന്താണ്, ഇവളെ വീണ്ടും അത് ഓർത്തിട്ട് ഇവൾ വിശ്വാസത്തിൽ പിന്നെയും ചാഞ്ചല്യമാണ് ഉണ്ടാക്കുന്നത്, ചഞ്ചലിപ്പുണ്ടാക്കും. ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, പിന്നെ എന്താ പരീക്ഷ തോറ്റത് എന്ന് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉടനെ രാത്രി എന്താണ് തോറ്റതെന്ന് കർത്താവ് പറയും. മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മെസ്സേജ്, ഒരു സ്വപ്നം കാണും. എന്നിട്ട് ഇവൾ തുണി അലക്കുന്ന ഒരു സ്വപ്നം കാണും. ഇപ്പം ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല, നേരിട്ട് സംസാരിക്കണം, അപ്പോഴപ്പം തീർക്കണം കേസ് കെട്ടുകൾ. ഇവൾ പ്രശ്നം എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തില്ല, പിന്നെ എന്താ പരീക്ഷയ്ക്ക് തോരുന്നതാണ്. ഉടനെ മറുപടി രാത്രി വരും. എന്താ മറുപടി രാത്രി തന്നെ എന്താണ്, അമ്മ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഉടനെ ഇവൾ തുണി അലക്കണ കാണും. അപ്പോൾ ഉടനെ ഇവളുടെ അമ്മയോട് പറയും, രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ തുണി അലക്കുകയായിരുന്നെന്ന് പറയും. അപ്പോൾ ഉടനെ അമ്മ പറയും, നീ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ വെറുതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്ക് മാത്രം ഇരിക്കുകയല്ലേ, വേറെ ഒരു പണിയും ചെയ്യണില്ല. ഈ പണ്ടാരം ഒരു പണിയും ചെയ്യണില്ല, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലി ഇരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നീ ആദ്യം മര്യാദയ്ക്ക് ആ പത്രമെല്ലാം കൊണ്ട് പ്രേക്ഷക പ്രവർത്തനം ചെയ്തിട്ട് വല്ല അനാഥാലയത്തിലും പോയി അവിടെ തുണിയൊക്കെ ഇറക്കി കൊടുക്കാൻ പറയും, അമ്മ പറയും. അപ്പോൾ ഇവൾക്ക് പക്ഷേ ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അവസരമില്ല. എവിടെ പോകണം, ആരും കൂടെ വരും, എങ്ങനെ ചോദിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യണം, ഐഡിയ ഇല്ല. പക്ഷേ ഐഡിയ ഇല്ലാതെ ഇവളെ ഇങ്ങനെ പമ്മി ഐഡിയ ഇല്ലെന്നും പറഞ്ഞിങ്ങനെ പമ്മി നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഈ സ്വപ്നം കണ്ട് ഇവളുടെ അമ്മ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞ ദിവസം പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ അഡ്രസ്സും കിട്ടി, പോകാനുള്ള സ്വരം കിട്ടി, പോകാനുള്ള ആളും വന്ന് ഇവർ പോയി. ഇവളവിടെ പോയി ബാത്റൂമെല്ലാം കഴുകി കൊടുത്തു, അവിടെ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുത്തു. എൻ്റെ ദൈവമേ, അതോടുകൂടി ആ ഒറ്റ വിഷയത്തിൽ ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്ത്, ഇതാണ് നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ആ സെക്കൻഡിൽ തന്നെ ആൾ പരീക്ഷയ്ക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പെട്ടെന്നാണ് ഈ സംഭവം വരണത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് പാസ്സായെന്ന് 2 മൊഡ്യൂൾ പോയി. 2 മൊഡ്യൂൾ പോയതല്ല പ്രശ്നം, 2 മൊഡ്യൂൾ പോയിട്ടും മാതാവ് ജർമ്മനി ഇവൾക്ക് പെർമനൻ്റ് ജോലി കൊടുത്തു. അതാണ് ഇവിടുത്തെ മിറക്കിൾ എന്ന് പറയണത്.
ഉടമ്പടി അവൾ കറക്റ്റ് ചെയ്ത് മാതാവ് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ഈ മനുഷ്യന്മാർ കുറേ നിയമങ്ങളൊക്കെ വെക്കും, 4 മൊഡ്യൂളും പാസ്സാകുമെന്നൊക്കെ പറയും. പക്ഷെ അതവരുടെ മെരിറ്റാണ്. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. പക്ഷെ അമ്മ നിങ്ങളുടെ ഫയൽ എടുത്ത് കഴിയുമ്പോൾ പോടാവില്ല എന്ന് പറയും, 2 മൊഡ്യൂളൊക്കെ പിന്നെ എഴുതാമെന്ന് പറയും, മര്യാദയ്ക്ക് ജോലി എടുക്കാൻ പറയും. ആദ്യം നിങ്ങളുടെ ഒരു ദൈവസ്നേഹം എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയണത് അമ്മയെക്കൊണ്ട് നിങ്ങളുടെ ഫയൽ എടുപ്പിക്കുകയാണ്. നിങ്ങൾ പറയണ ജർമ്മൻ എംബസി ഫയൽ എടുക്കണം എന്നാണ് പറയണം. അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണം എന്ന് പറയണം. അപ്പോൾ വിഷയം മാറും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റിയാൽ മതി. എംബസി ഫയൽ എടുക്കണമെന്ന് പറയുന്നതിന് പകരം അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണമെന്ന് പറയണം. അമ്മ ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മകളോട് പറയും, മകളെ മര്യാദക്ക് ചെയ്യാനുള്ളതൊക്കെ വൃത്തിമേനയായിട്ട് ചെയ്യാൻ പറയും. ഉടമ്പടി നിങ്ങൾ ലൈറ്റ് വെയിറ്റാക്കി കളഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എല്ലാവരുടെയും, അതായത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ദൈവസാന്നിധ്യം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമാണ് ലൈറ്റ് വെയിറ്റ് ആക്കേണ്ടത്, നിങ്ങളുടെ വിഷയം. പക്ഷെ നിങ്ങൾ അതിന് പകരം നിങ്ങളെന്ത് ചെയ്ത് ഉടമ്പടി ലൈറ്റ് വെയിറ്റ് ആക്കി. ഇപ്പോൾ അങ്ങനെ ചെയ്തിരിക്കണത്. അവളെന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്ത് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിരിക്കുക, ലൈറ്റ് വെയിറ്റ് ആക്കി ഇരിക്കുക. പിന്നെ കഴിയില്ല. അതായത് നിങ്ങൾ കൈ നനയാതെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും. കോഴി മുട്ട എന്നെ വിരിയണില്ലല്ലോ, ഞാൻ ബിരിയാണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് കോഴി മുട്ടടത്ത് കിടന്നുകൊണ്ട് കൊച്ചു തള്ളക്കോഴി കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും. അത് കുഞ്ഞു കോഴി പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ബിരിയാണിയില്ലല്ലോ എന്ന്. അപ്പോൾ തള്ളക്കോഴി പറയും, ഞാൻ നിൻ്റെ മുഖത്ത് വന്ന് കയറി ഇരിക്കട്ടെ 10-20 ദിവസം. അത് പറ്റത്തില്ലെന്ന് പറയും. അതാണ് പ്രശ്നം. അപ്പോൾ ഇരുന്ന് ചീഞ്ഞു പോകുകയുള്ള മുട്ട. അതേ മുട്ടയ്ക്ക് വിരിയണം എന്ന് പറഞ്ഞ് ഉടമ്പടി നടക്കണം, സാക്ഷ്യം ഉണ്ടാകും. പക്ഷേ അപ്പോൾ തള്ളക്കോഴി പറയും, ഇത് ചൂട് വേണ്ടേ, ഞാൻ ഈ 10-21 ദിവസം നിൻ്റെ പുറത്ത് കടയിൽ ഇരിക്കട്ടെ. അത് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. അതിപ്പോൾ തള്ള വേണേൽ വേറെ എവിടെ മാറിയിരിക്കാൻ പറയും, മുട്ട പറയും. വിരിയത്തില്ല, ആ സാധനം ചീഞ്ഞു പോയുള്ളൂ. പല അണ്ണന്മാരുടെയും ഉടമ്പടി ചീഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ചൂട് ഏക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു സംഭവം പോലെ എക്സ്ട്രാ ഇല്ല. ഞങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അല്ല ജോസഫച്ചനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടിയിട്ടില്ല. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. അതായത് നമ്മൾ ചില സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം 42 വയസ്സുള്ള ആളിന് ഡെലിവറി ഹൈ റിസ്ക് ആണ്, കുഞ്ഞ് മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും. അതിനാണല്ലോ ഹൈ റിസ്ക് എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തായിട്ടുള്ള കുഞ്ഞിനെ ഈസിയായിട്ട് കിട്ടണില്ലേ? ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? സങ്കീർത്തനം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനമാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സങ്കീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കുന്നത്, അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ. കവിതകൾ ഇപ്പോൾ മറ്റ് കവികളുടെ കവിതകളില്ല, അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത്. പക്ഷേ സങ്കീർത്തനങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവർ കവിതയാക്കണത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ്, എല്ലാവർക്കും സാർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ്. എന്താണ് ഇതിനെക്കുറിച്ച് ഇവർക്കെന്താ സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോന്നപ്പോൾ ഞങ്ങളെ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ? അതാണ് എൻ്റെ മനസ്സിൽ വന്ന വചന. അതാ ലൈറ്റ് വെയിറ്റ് എന്ന് പറയണം. ഇപ്പോൾ തുടങ്ങിയ പരിപാടിയല്ലേ ദൈവം. ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, മെറിറ്റോറിയസ് അല്ലെങ്കിൽ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യം മെറിറ്റിൽ നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു. അത് നമ്മളല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ ഗ്രേസ് ആണ് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും.
വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് മാതാവിൽ മാത്രം സംഭവിച്ച ഒരു പ്രൊസീജിയർ അല്ലത്. ആരാണ് വിശ്വസിക്കുന്നത് അവരെല്ലാം ഇത് കോൺക്രീറ്റ് ആയിക്കൊണ്ടിരിക്കും, മാംസമായിക്കൊണ്ടിരിക്കും, ടാൻജിബിളാകും, സ്പർശ്യമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിന് ഇന്ധനം ഫസ്റ്റ് ഫേസിൽ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. പല ആൾക്കാരും ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവർ കണ്ടില്ലേ, ലേഡി എന്താ ചെയ്തത്? അവർ ഉടമ്പടി എടുത്തു, പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ലെവലാണ്, പ്രൈമറി സ്കൂളാണ് ഉടമ്പടിയുടെ. അമ്മ മാതാവ് രാത്രി അവൾക്ക് സ്വപ്നം കണ്ടിട്ട് തുണി അലക്കണത് കാണിച്ചു കൊടുത്തു നേരിട്ട്. അപ്പം അത്രയും പൊട്ടിയാണെന്ന് അർത്ഥം. അപ്പം അത്രയും പൊട്ടിയാണെങ്കിൽ പോലും ദൈവികമായ കാര്യങ്ങൾക്ക് ചെവി കേൾക്കണില്ല അവൾക്ക്. അതുകൊണ്ടാണ് നേരെ വന്ന് കാണിച്ചു കൊടുക്കുന്നത് രക്ഷപ്പെടാനുള്ള മാർഗം. അതായത് നമ്മൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ പരീക്ഷ, ഞാൻ സത്യം പറയട്ടെ, ഞാനാണ് ദൈവമെങ്കിൽ ഈ സാധനത്തിനോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എന്താ കാര്യം? ഇത് ജന്മന ക്രിസ്ത്യൻ ഫാമിലി ജീവിച്ചതാണ്. ഇതിന് കിട്ടിയെടുത്തതും സങ്കീർത്തനങ്ങളും വചനങ്ങളും വേദപാഠങ്ങളും വേറെ ആരും കൊടുത്തിട്ടില്ല. ഇവിടെ നോൺ ക്രിസ്ത്യൻസ് ഒരു ദിവസം വചനം കേട്ടിട്ട് രണ്ടാമത്തെ ദിവസം വചനം മാംസമായിട്ട് അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ പറന്നു വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് ഇവർക്ക് ട്യൂഷൻ പോലും കൊടുക്കത്തില്ല, അതിനെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. പക്ഷേ ദൈവം എന്ത് കരുണയുള്ളവരാണ് ഇപ്പോൾ മനസ്സിലായില്ലേ? പൊട്ടിപ്പെണ്ണിന് രാത്രി വന്ന് പ്രത്യക്ഷപ്പെടുകയാണത്, അലക്കി കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ണും കാണാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല ദൈവവചനത്തിനെതിരെ. അതുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുക്കണം. എന്ത് കഷ്ടമാണെന്ന് എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗതികേട്. അത് ആംഗ്യം കാണിച്ചു കൊടുക്കണത്. ഇന്നത് ചെയ്താൽ രക്ഷപ്പെടും, അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കാനാണ്. അപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നിൻ്റെ സൗന്ദര്യം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ജീവിതം, നിൻ്റെ വിദ്യാഭ്യാസം, നിൻ്റെ കുടുംബജീവിതം എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ്? നെഗേബിലെ നിർച്ചാലുകൾ, അതാണ് ഞാൻ പറയുന്നത്. ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോഴേ അത് ദൈവാനുഭവമാണ്. ആ കാലങ്ങളിൽ മനുഷ്യപ്പോൾ ബാബിലോണിൽ നിന്ന്, ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖിലാണ്. ഇറാഖിൽ ഇവർ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കുറേ നാൾ നബൂഖദ്നേസർ താമസിപ്പിച്ചിട്ട് അവിടെ അടിമജീവിതം നയിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. മോചിപ്പിക്കാനുള്ള യാതൊരു മാർഗ്ഗം ഇസ്രായേലിൻ്റെ കയ്യിലില്ലായിരുന്നു. കാര്യം അവർ ഭയങ്കര ശക്തന്മാരായിരുന്നു. പക്ഷെ കർത്താവ് വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് ശക്തൻ്റെ കയ്യിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത്. ദൈവം അപ്പോഴും വലിയ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ നിധീന എന്ന് പറഞ്ഞൊരു മോള് പെരുമ്പാവൂർന്ന് സാക്ഷ്യം പറഞ്ഞു. നിധീന, അപ്പോൾ ആ സാക്ഷ്യം കേൾക്കുന്നതൊക്കെ മനസ്സിലാവും വലിയ കാര്യം എന്താണെന്ന്. നിധീനയുടെ പ്രശ്നം വെച്ചാൽ അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വയറ് വല്ലാണ്ട് വന്നു ഇങ്ങനെ വീർക്കുന്നു. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ഇപ്പോൾ വന്ന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ഈ മരിക്കാൻ പോകുന്ന ആൾക്കാർ വാ പൊളിക്കത്തില്ലേ, അതുപോലെ ആ വാ പൊളിച്ചാൽ മരിക്കാൻ പോകുന്നവർക്ക് എങ്കിലും ഇത്തിരി ശ്വാസം കിട്ടുമല്ലേ. നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയമില്ലേ. അപ്പോൾ അതുപോലുള്ള അവസ്ഥയിലായിപ്പോയി. ചില സമയത്ത് ശ്വാസം പോയാൽ വായിൽ നിന്ന് ശ്വാസം ഓക്സിജൻ എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നുമില്ല. അപ്പോൾ ഇവർ വല്ലാണ്ട് അങ്ങനെ വേദനിച്ച സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. അവൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിച്ചു. അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഈ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. 10 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ വയറ് വീർത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇപ്പോഴേക്ക് ഏതെങ്കിലും ദിവസങ്ങൾ മരിക്കുമെന്നറിയാം. കാര്യം ഈ മരണശ്വാസം മരിക്കുകയാണ് ശരിക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് മാതാവിനോട് പറയും, മാതാവേ, ഞാൻ എല്ലാം പരാജയപ്പെട്ടു, എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു, അവസാനം നീ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീയും കൈവിട്ട എന്നെ ആരും കൈയേൽക്കാനില്ല എന്ന് പറയും, കണ്ണീരോടെ പറയും. അതാണ് പ്രാർത്ഥന എന്ന് പറയും. ദൈവത്തിൻ്റെ ചങ്കയെ കൊണ്ട് പ്രാർത്ഥനയാണ്. ഇവിടെ വീട്ടിൽ പോയിട്ട് ഉടമ്പടി തൈലം എടുത്തിട്ട് വയറേലിങ്ങനെ കുരിശിടും. ആ ഒറ്റ കുരിശ് ഉടനെ ശ്വാസം നേരെയാകും.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിറച്ച വസ്തുക്കളിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തി ഹല്ലേലൂയ. പ്രകടമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇതാണ് ഈ വൻ കാര്യം എന്ന് പറയണം. മനസ്സിലായ? ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ബൈബിള് വൻ കാര്യങ്ങൾ. ടേക്ക് ദ വേർഡ് ഓഫ് റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ലേ ഇവിടെ നടക്കണത്. കർത്താവ് പറഞ്ഞ് കർത്താവ് വൻ കാര്യങ്ങൾ വായിച്ചോളൂ. അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നു എന്ന് അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാവില്ല, എവിടെയെങ്കിലും രണ്ട് മനുഷ്യരെ കൂടിയാൽ ഉടനെ സംസാരിക്കണത് കൃപാസനത്തിൻ്റെ അനുഭവങ്ങളാണ് കൈമാറണത്. നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് വൻ കാര്യമെന്ന് പറയുന്നത്. അതാരാണ് ചെയ്യണത്? കർത്താവാണ് ചെയ്യണത്. അപ്പോൾ കർത്താവിനെ കൊണ്ട് ഈ വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫെയ്ത്ത് ലെവല് അല്ലെങ്കിൽ ലവ് ലെവലോ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ വൻ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയണത്? അതെങ്ങനെയാണ് ചെയ്യണത്? നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കണത് ദൈവത്തിൻ്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ചൈതന്യ പ്രക്രിയയാണ്. പണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെട്ടവരുടെ ഐശ്വര്യങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്ന വിശ്വസിക്കുന്നവരുടെ. ഇന്ന് ഈ കാലത്ത് ഉടമ്പടി എന്ന പ്രത്യേക പദ്ധതികളിലൂടെ 10,000 മനുഷ്യരുടെ ഐശ്വര്യങ്ങൾ അനുദിനം പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കീർത്തനത്തോടും 2 രാജാക്കന്മാർ 3:15 ചേർത്ത അനുഭവം ഉള്ള ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ പറഞ്ഞത് ജെ തോമസ് എന്ന് പറഞ്ഞ ഒരു CA-കാരനാണ്. CA ലാസ്റ്റ് ഇയർ. പക്ഷേ CA ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ പ്രശ്നം ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് നമ്മുടെ ഉടമ്പടിയിലുണ്ട്, അത് ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം ഇങ്ങേര് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷേ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന കാരണം ഇപ്പോൾ അവിടെ 4 പ്രാവശ്യം പരീക്ഷയ്ക്ക് ലാസ്റ്റ് പരീക്ഷയ്ക്ക് 4 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനി 1 പ്രാവശ്യം കൂടി തോറ്റാൽ പുള്ളി ഔട്ടാവും. പിന്നെ പുള്ളി വേറെ ചുമട്ടുപണിക്ക് പോകാനേ പറ്റത്തുള്ളൂ. കാരണം CA പരീക്ഷയുടെ രീതി അതാണ്. CAക്ക് അതിൻ്റെ ലാസ്റ്റിൽ 5 പ്രാവശ്യം കൊടുക്കും ചാൻസ്. 5 പ്രാവശ്യം 5ാമത്തെ പ്രാവശ്യം തോക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഫഷൻ ആക്കി ചെയ്യാൻ പറ്റത്തില്ല. അത്തരം ഗതികേടാണ്. അപ്പോൾ ഇവൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ ഇവൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ പോയി അച്ഛനെ കാണ്, ഉടമ്പെടുക്കുക. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കിതിലൊക്കെ ഒന്നും വിശ്വാസമില്ലെന്ന്. അതെന്താ കാര്യം? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം പുള്ളി പറയുന്നുണ്ട്, ഞാൻ നല്ല എല്ലാ റാങ്ക് കിട്ടി വന്ന ആളാണ്, ഞാൻ എല്ലാ പഠനങ്ങളിലും വിജയിച്ച് വന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ അച്ഛന്മാരൊക്കെ പോയി കാണുന്നതിൻ്റെ അകത്ത് എന്താ അർത്ഥം എനിക്കറിയത്തില്ല. അയാൾക്ക് അയാളെ ബുദ്ധിപരമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ പഠിച്ചു, ഞാൻ ജീവിച്ചു, ഇത്രയും നാൾ ഒരു അച്ഛനെയും കണ്ടില്ലല്ലോ. അതാണ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ ഉണ്ടായും. അമ്മ പറയുന്നുണ്ടെങ്കിൽ പോയി കാണേ അയാൾക്ക് തോന്നിയില്ല. പക്ഷേ ഇയാൾ 4ാം പ്രാവശ്യം തോറ്റു. ഇനി ഒരു ചാൻസേ ഉള്ളൂ. ഇനി തോറ്റു കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ പോകും. പ്രൊഫഷൻ പോയാൽ ഇത് വയസ്സ് ഇത്രമായില്ലേ, 5 എത്ര റൗണ്ട് കഴിഞ്ഞാലാണ് ഈ സ്ഥിതിയൊക്കെ വരണത്. പിന്നെ കല്യാണം താമസിക്കും, വീട് താമസിക്കും, അനിയന്മാരൊക്കെ കയറി പോവും, വീട്ടിൽ പ്രശ്നമാകും. പിന്നെ നിങ്ങളെ പരീക്ഷയ്ക്ക് ജയിച്ചു തോരുന്നല്ലേ, ആ അലൈൻമെൻറ്റ് പോകും, ആ കുടുംബത്തിൻ്റെ അലൈൻമെൻറ്റ് പോകും. താഴെയുള്ള ആൾക്കാരൊക്കെ പഠിക്കണം, അവർക്ക് കയറി വരണം. ഈ മനുഷ്യൻ ജയിക്കണമില്ല, ഒരിടത്തും ആകണമില്ല, കല്യാണം വെക്കണില്ല, അങ്ങേരോട് മാറിയിട്ട് വേണ്ട മക്കളുടെ കാര്യം ചെയ്യാൻ. ഈ സംസാരം കൊണ്ട് തന്നെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുടുംബത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള അങ്കുഷായിട്ടുള്ള ടോക്കായിരിക്കും ചില കുടുംബങ്ങളിൽ. അതാണ് ഏറ്റവും വലിയ ചൂടെന്ന് പറയണത്. നമ്മുടെ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞത്. എപ്പോഴും സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച്, അതിനേക്കാൾ ഉപരി
ഇപ്പോൾ ചെന്ന് അക്കടി ചെന്ന് പെട്ടല്ലോ ഈ രക്ഷപ്പെട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നതിനെ കുറിച്ച് അത് തന്നെയും പിന്നെയും പറഞ്ഞ് തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ ജെ തോമസ് എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടുകാരൻ ഇനി ഒരു ചാൻസേ ഉള്ളൂ, ലാസ്റ്റ് ചാൻസാണ്. ഒന്നുകിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. അതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധം വന്ന കാര്യം, ഇനി എൻ്റെ കഴിവ് ഇത്രയും നാൾ ഞാൻ പ്രയോഗിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണത് എന്താണ്? ഇന്നത്തെ കാലത്ത് ഉടമ്പടിയാണ്. അത് നമ്മൾ സാക്ഷികളെയൊക്കെ പറയാൻ പറ്റുമല്ലോ. അതല്ലേ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു കുത്തി ഇങ്ങനെ നിൽക്കുകയല്ലേ, രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം ഉടമ്പടി തീരണ വരെ. എന്തുകൊണ്ടാണ് അണമറിയാതെ കൃപാസനത്തിൽ ആൾക്കാർ നിൽക്കണത്? ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു തന്നിരിക്കുന്ന സുനിശ്ചിതമായ, അതായത് മനുഷ്യനാണോ നീയെങ്കിൽ, അതായത് ജാതി മതം ഒന്നുമില്ല, വേദനയും മനുഷ്യനും മാത്രമാണ് ഉടമ്പടി കൈകാര്യം ചെയ്യണത്. ആരെയും മാറ്റി നിർത്തണില്ല. നിനക്ക് വേദന ഉണ്ടോ, ദൈവതിരുസന്നിധി നിനക്ക് ആശ്വാസത്തിന് നീ അവകാശിയാണ്. 5ാമത്തെ പ്രാവശ്യം വന്ന് പുള്ളിക്കാരൻ പരീക്ഷയ്ക്ക് പോകുന്ന ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അത് വെടിപ്പായിട്ട് എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാതെ നിൽക്കണില്ല. പറയണത് എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പുള്ളി പറയുന്നുണ്ട് ഇതിനകത്ത്, എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോഴേ ഇതുപോലെയുള്ള അനാഥാരങ്ങൾ തിരക്കി നടക്കുകയാണ് ഇതൊക്കെ കഴുകാൻ വേണ്ടി. ഈ മനുഷ്യന്മാർ മാറുന്ന മാറ്റമേ വല്ലാത്ത മാറ്റമാണ്. അത് സിമ്പിളായിട്ട് അദ്ദേഹം ചെയ്യുകയാണ് ദൈവത്തിന് വേണ്ടി. കാര്യം എന്താണ്? അതെല്ലാം ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ദൈവമേ, നീ അല്ലാതെ എനിക്കിനി ജീവിതത്തിൽ ആരുമില്ല. ഞാനത് ചുമ്മാ പറയണതല്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരിപ്പണമാക്കി നിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വീതി ഒരുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ സുവിശേഷം ജീവിക്കുകയാണ്. കർത്താവ് അമ്മ എന്താ പറഞ്ഞത്? കർത്താവ് വലിയ കാര്യങ്ങൾ, ഇപ്പം സങ്കീർത്തനത്തിൽ 126:2 വായിച്ചില്ലേ? എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് അമ്മ എന്താ പറയണത്? ലൂക്ക 1:49 കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞേ, എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്യണത്? അവിടുന്ന് തന്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ഇതാണ് ഈ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് പറയണത്. വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ എന്ത് പറ്റണം? നമ്മൾ ഈ കൊമ്പൊക്കെ ഒടിച്ച് കളയണം. ഞാൻ ആരോ വലിയ പ്രധാന പുള്ളിയാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, തറവാടിയാണ്, ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണനാണ്, സയൻറ്റിസ്റ്റാണ്, മണ്ണാങ്കട്ടയാണ്, തേങ്ങാക്കൊലയാണ്, ഒരു കഥയുമില്ല. നീ റെഡ്യൂസിൻ്റെ 0 തിരിച്ച് വരണം. ഈ ക്രോസ് ആൻഡ് ഗ്രേസിൻ്റെ ഫോർമുല അങ്ങനെയാണ്. പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം വലിയ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു. അതായത് ബൈബിളിലെ നമുക്കറിയാം ഈ ഉടമ്പടി അതിൻ്റെ ഡിമാൻഡ്സ്, അത് ആവശ്യപ്പെടുന്ന അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട്, ഇപ്പോൾ ഈ മനുഷ്യൻ കണ്ട ആ മനുഷ്യൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ കോൺഫിഡൻസായി. എന്താണ്? എനിക്ക് കഴിവില്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 പ്രാവശ്യം തോറ്റ് പരാജയപ്പെട്ടില്ലേ. അപ്പോൾ ഇനി ദൈവമാണ് ഇടപെട്ടിട്ട് എന്നെ ജയിപ്പിക്കേണ്ടത്. അത് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞു. ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ ഫുൾ പെർസെൻ്റ് അത് നീ മാത്രമായിരിക്കും അതിൻ്റെ ഉടമയും അവകാശിയും. അപ്പോൾ ഒറ്റ എഴുത്ത് ആ മനുഷ്യൻ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിയുടെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്തേ. അതായത് ബൈബിൾ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. നമ്മളെ ബൈബിൾ ഇന്നത്തെ ബ്രീവറിയിലുള്ളതാണ്. അച്ഛന്മാരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. അപ്പോൾ രാത്രി ഞാൻ വായിച്ചപ്പോൾ വെളുപ്പിനെയാണ് ഞാൻ ബ്രീവറി വായിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതാണ് 2 തിമോത്തി 2:13. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. മനസ്സിലാവണം. അപ്പോൾ ദൈവം എപ്പോഴായാലും വിശ്വസ്തനായിരിക്കും. പറ.
എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. He cannot disown himself. അതാണ് ഇതിൻ്റെ വിജയം. ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതാണ്. നമ്മുടെ പ്രത്യാശ എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ദൈവം സത്യമാണല്ലോ. അപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് ഐ വിൽ കം വിത്ത് യു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ദൈവം വരും. പക്ഷെ നമ്മൾക്കത് മനസ്സിലാകണം. അതാണ് വിഷയം. അതാണ് 2 തിമോത്തി 2:13 പറയണത്. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അവൻ്റെ വാക്കിന് ആ വാക്ക് അവൻ നിവൃത്തിയാക്കും. അപ്പം അതുകൊണ്ട് അത് ആ ലെവലിലേക്ക് ഈ ജെ തോമസൺ എന്ന് പറയുന്ന സിയക്കാരൻ വരികയാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പം ഞാനെന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ സഹോദരനെ പോലെ ഉടമ്പടി വിഹിതമായി ഞാൻ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സുവിശേഷ വിധികളും പ്രേക്ഷിത ദൗത്യങ്ങളും അടുത്ത ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഓൺലൈൻ ഉടമ്പടി ഒത്തിരിയേറെ എ കാറ്റഗറിയിലുള്ള സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അത് എല്ലാവരും വിദേശത്തുള്ള മലയാളികളാണ് പറയണത്. കാര്യം അവർക്കെന്താ, നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ഉടമ്പെടുക്കുന്ന പോലെയുള്ള ബലങ്ങൾ ദൈവം അവർക്ക് കൊടുക്കാൻ തുടങ്ങി. എന്തായാലും അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അവർ വിദേശത്തുള്ള ആൾക്കാർ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് പള്ളിയില്ല, ഞങ്ങൾക്ക് കുർബാനയില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇത്തിരി തേനും ഇത്തിരി ഉപ്പും അതൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഹൃദയം തകർന്നു പോകും അത് കേട്ട് കഴിഞ്ഞാൽ. അത് കറക്റ്റ് കാര്യങ്ങളാണ് അവർ പറയണത്. അപ്പോൾ ഈ ടീന എന്ന് പറഞ്ഞ സഹോദരി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇവർ പഠിച്ചിരിക്കും, ഇവർ മെഡിക്കൽ ഫീൽഡിലെ ആളാണ്. ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നീ നോക്കണം കേട്ടോ. സാക്ഷ്യം കേൾക്കുമ്പോൾ അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അവർ ടീന പോണത് ഹസ്ബൻഡിന് അവിടെയാണ് ജോലി. പക്ഷേ ഒരാളുടെ ജോലി കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ടീനയ്ക്ക് കൂടി അവിടെ ജോലി കിട്ടണം. പക്ഷേ ഇവർക്ക് പഠിച്ച ജോലി അവിടെ കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഹാർട്ട് ഓപ്പറേഷനാണ് പഠിച്ചിരിക്കേണ്ടത്. ഹാർട്ട് ഓപ്പറേഷനിൽ നേഴ്സിംഗ് അതിൻ്റെ സൈഡ് ഫ്ലൂയിഡ് ഉണ്ടാകണത് അവിടെ നിന്ന് ഒഴുക്കിക്കളയുന്ന പരിപാടിയാണ്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് ഹാർട്ടിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. അത് ചാനൽ ഔട്ട് ചെയ്ത് കളയണ ജോലിയാണ് ഇങ്ങനെ. അത് ആ ജോലിക്ക് അവിടെ സ്കോപ്പില്ല. അപ്പോൾ അവളെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൾ ചെന്ന് അവിടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യണത് എന്താണ്? ഫുഡ് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് അവിടെ ചെല്ലണത്. ഫുഡ് ടെക്നോളജിക്ക് ഇവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. 2 കുഞ്ഞുങ്ങളെ വളർത്തണം, ഭർത്താവുണ്ട്, അവർക്ക് ജോലിയില്ല, അവൾ വിഷമിക്കും. അപ്പോൾ അപ്പോഴാണ് ഇവിടുന്ന് പോകുമ്പോൾ ഇവളുടെ ആൻറ്റി ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യണത്? ആൻറ്റി 4 കൃപാസനം പത്രം കൊടുത്ത് വിടും. എന്നിട്ട് ആൻറ്റി പറയണൊരു വാക്കുണ്ട്, ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. നിങ്ങളൊന്ന് കൈവിട്ട് പോണവരോട്, അവർ നമ്മുടെ കൺമറഞ്ഞ് പോകേണ്ടവർ, പിന്നെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണില്ല. അപ്പം നമ്മളെന്താ പറയണത്? അമ്മ കൂടെ പോണമേ, ഞങ്ങൾക്ക് ഇനി അവരെ സ്കൈപ്പിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വല്ലതൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയാവുന്നില്ല, അത് ഒന്നും പ്രയോജനമില്ല. അവർ ജീവിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും അതിജീവിക്കണമെങ്കിലും അമ്മ തന്നെ പോകണം. അതിനെ ഇവിടെ ഇരിക്കുന്ന പത്രം കൊടുക്കുക, അത് വിശ്വാസമാണ്. കാര്യം എന്താണ്? ഈ കൃപാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നത് എന്താ കാര്യം? ജനങ്ങളെ പത്രം പ്രാർത്ഥനാപൂർവ്വം വായിച്ചിട്ട് അത് പ്രേക്ഷിത പ്രവർത്തനം ഷെയർ ചെയ്യും. അങ്ങനെ സത്യസന്ധമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൻറ്റി പറയും, ഇത് 4 പത്രമാണ്, ഇത് ഞാൻ നിനക്ക് തരണത്, അമ്മ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. പക്ഷെ അവളെന്ത് ചെയ്യുക? കൊടുത്ത ആൾ കറക്റ്റായിരുന്നു. ടീന അതുപോലെ തന്നെ വിശ്വസിക്കും. ടീന അവിടെ ചെന്നിട്ട് സംഭവം ഈ ഫുഡ് ടെക്നോളജിയിലെ അവരുടെ പാർട്ടി വിഷയം എടുത്ത് പഠിക്കും. അയാൾക്ക് അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നെങ്കിലും അവർ പ്രാർത്ഥിച്ചും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ആദ്യമൊക്കെ അവൾ ബേസിക്കായിട്ട് കുമ്പസാരം കുർബാനയും ജപമാല പ്രാർത്ഥനയൊക്കെ ഉള്ള കക്ഷിയാണ്. പക്ഷേ ഇപ്പോഴൊരു വിഷയം വന്നപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് കൈ കിട്ടണത് എന്താണ്? പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയോ പേര് അപ്ലോഡ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഇവൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ഇവളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് കിട്ടിയപ്പോൾ തന്നെ അനോയിൻറ്റിങ് ആയി.
ഇതിനകത്ത് വരുന്ന വിഷയം അതാണ്. ഒക്കെ ഫീൽ ചെയ്ത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അമ്മയുടെ സാന്നിധ്യം ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്ന സമയത്ത്, രാത്രി വായിക്കുമ്പോൾ സമയത്തൊക്കെ മുറി മുഴുവൻ അഭിഷേകമാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാം എങ്ങനെ ഇവിടെ വന്നതാ? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത് ഉടമ്പടിക്ക് മുമ്പ്, 6 മാസം മുമ്പ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഉടമ്പടിയല്ല, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വീണ്ടും നടന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമായി മാറ്റിക്കൊണ്ട് നിങ്ങൾ സുവിശേഷത്തിൽ ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആയിക്കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ട. ശ്രുതികണ്ട ഹല്ലേലൂയ. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓൺലൈൻ ഉടമ്പടി ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ ആളിന് അഭിഷേകമായി. പക്ഷേ ഒരു പ്രശ്നം, അവർക്ക് തിരി കത്തിച്ചിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ തിരി പച്ചത്തിരി നീലത്തിരി കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ കിട്ടിയിരുന്നത് ഒരു സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയാണ്. വെള്ളത്തിരിയുണ്ട്, അതുമേ സ്വർണ്ണ പെയിൻ്റ് അടിച്ച തിരിയാണ്. അലങ്കാര തിരിയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടത്തില്ല, അതുപോലെ ഒരു തിരിയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് നീലത്തിരി കത്തിക്കണമെന്നാൽ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അത് പക്ഷേ അതിന് ബാധകമല്ല. ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടുന്നവർക്ക് നീലത്തിരി കിട്ടത്തില്ല. നമുക്കല്ലേ ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിക്കല്ലേ നീലത്തിരി കിട്ടത്തുള്ളൂ. പക്ഷേ അമ്മ ഇത് നീലത്തിരി അല്ലല്ല എന്ന് പറഞ്ഞ് ഇവൾ സങ്കടപ്പെടും. ഉടനെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളത്തിരി അങ്ങ് നീലത്തിരിയായിട്ട് മാറും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അമ്മ തന്നിരിക്കുന്ന ഓരോ കളർ പോലും അമ്മ ഓൺ ചെയ്യുന്നുണ്ടത്. പച്ചത്തിരി എന്ന് വെച്ചാൽ പച്ചത്തിരി, നീലത്തിരി എന്ന് വെച്ചാൽ നീലത്തിരി. ഇതെല്ലാം ആദ്യ നിമിഷങ്ങളിൽ അമ്മ തന്ന ഓർഡറുകളാണ്. ഞങ്ങളത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കൈമാറി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രകാരം മാത്രമേ ആ സംഭവങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഉടമ്പടി ജീവിക്കുന്നവരാണത് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടി ജീവിക്കാതെ ചുമ്മാ തിരികെ കത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റിക്കണ പോലെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സങ്കടപ്പെടുന്നത് എന്താണ്? അവർ ഓൺലൈൻ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നീലത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളത്തിരി, സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയെ തന്നെ അമ്മ, അത് നമുക്ക് കാണാം, അവർക്ക് അവർ പൊക്കിങ്ങനെ ക്യാമറയെ കാണിക്കുന്നുണ്ട് എൻ്റെ സ്വർണ്ണത്തിരി എങ്ങനെയാണ് നീലത്തിരിയായി മാറിയെന്ന്. അത് നമുക്ക് കണ്ടാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രയെ കണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കാലത്തെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. എന്നിട്ട് ഈ കുഞ്ഞ് ചെയ്യണമെന്താ വെച്ചാൽ, അവൾ 2 കൊച്ചുമക്കളെ ഇട്ടുകൊണ്ടാണ് ജോലി പഠിക്കണത്, ഫുഡ് ടെക്നോളജി പഠിക്കണത്. ഫുഡ് ടെക്നോളജി പഠിച്ചിട്ട് ന്യൂസിലൻഡിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഫാക്ടറികളുള്ളത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണത്തിൽ പോയി അവൾക്ക് ജോലി കിട്ടി. പക്ഷേ ആ ജോലി കൊണ്ട് അവൾക്ക് മേൽക്കയറ്റം ഒന്നും കിട്ടണില്ല. ഒരു മിനിമം ശമ്പളത്തിൽ ജോലി കിട്ടിയ ആളിനെ, പക്ഷേ മേൽക്കയറ്റമില്ല. ആ മേൽക്കയറ്റമില്ലാതെ വന്നപ്പോഴേ അവൾ അവരോട് ചോദിച്ചു, എൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിക്കുക. പറയും, നിങ്ങൾക്ക് വർക്കിൽ കൺസിസ്റ്റൻസി ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫീച്ചർ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് പറയും. ഇതിവിടെ ഈ കമ്പനി ഫീച്ചർ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് സായിപ്പ് പറയും. ഉടനെ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമ്പനി ഇൻ്റർവ്യൂവിന് ചെയ്യും. അടുത്ത കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കമ്പനി അവർക്ക് കിട്ടും. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 7 ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഇവളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 7 ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഈ കൃപാസനം പത്രം കൊണ്ടുപോയി ഈ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് വെക്കും. എന്താണ് അത്? പത്രമല്ലെന്ന് നമുക്കറിയാം, അമ്മയുടെ സാന്നിധ്യമാണ്. അതാണ് സംഭവം. 7ാമത്തെ ഇൻ്റർവ്യൂവിനെ അടിച്ച് കുതിച്ച് കയറും. അമ്മ ഇവളെ പൊക്കിയെടുത്ത് ആ കമ്പനിയിൽ ജോലി കൊടുക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഓർക്കണം, ആ പുതിയ കമ്പനിയിൽ അവർ പറയണത് അവിടുത്തെ ന്യൂസിലൻഡ് സായിപ്പന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥലങ്ങളിലേക്കാണ് അമ്മ അവളെ നിയമിക്കണത്. അതുകൊണ്ട് ലോകത്തിൻ്റെ അതെല്ലാം നമ്മളെ വചനം വായിക്കുമ്പോൾ രസമാണ്. അതായത് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ take the word of God, take the word of God. Hallelujah. Hallelujah, 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 hallelujah. യേശുവേ നന്ദി. Hallelujah, 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 hallelujah. യേശയ്യ 58:14. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി. Hallelujah, hallelujah, hallelujah. യേശുവേ സ്തുതി. യേശയ്യ 58:14. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. അത് ഐ വിൽ എന്ന് ചേർത്ത് സവാരി ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോമിസാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ
നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ നിങ്ങൾക്ക് ജോലിക്കയറ്റം വേണമെന്ന് പറയണത് അഹങ്കാരമൊന്നുമല്ല, അത് പ്രോമിസിലുള്ളതാണ്. അത് നിങ്ങൾക്കറിയണം, അത് പ്രോമിസിലുള്ളതാണ്. അതാണ് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനം. ലോകത്തിൻ്റെ അധികാരങ്ങളൊക്കെയാണ്, പക്ഷേ അവിടെയും ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിങ്ങളെ സവാരി ചെയ്യിക്കും, യാത്ര ചെയ്യിക്കുമെന്നാണ്. അത് 58:14 സങ്കീർത്തനം ഇതിൽ യെശയ്യായിലുള്ളതാണ്. അപ്പോൾ ജോലിയുള്ളവരായാലും ശരി, ശാസ്ത്രജ്ഞന്മാരായാലും ശരി, പ്രൊഫസർമാരായാലും ശരി, ഫാക്ടറി ജീവനക്കാരായാലും ശരി, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യണത് അവിടെ ഒരു പ്രൊമോഷന് വേണ്ടി ചോദിക്കുന്നതിൽ നിസ്സാരമായ കാര്യമാണ്. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. കാര്യം എന്താണ്? അത് ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നീ അത് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ വചനം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മക്കളെ വിശ്വാസപ്രമാണം ചൊല്ലി, വിശ്വാസപ്രമാണം അറിയാൻ പാലാത്തവർ ഈശോയെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം ഉള്ളിടത്തെല്ലാം, ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും വിദൂരത്തിലൂടെ ഓൺലൈനിലുള്ളവരും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അടിപ്പിണർ പോലെ വൈദ്യാഘാതം ദൈവികമായ ശക്തി നിങ്ങളെ കിടിച്ചിറങ്ങുന്ന ദൈവികമായ നിമിഷത്തെ, സൗഖ്യത്തെ നിമിഷങ്ങളിൽ അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലുതുകരം, അണിപ്രധാന അത്ഭുതകരം കർത്താവ് മക്കളുടെ ശിരസ് വെക്കണം. പ്രാർത്ഥന ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പെസ്റ്റുകളിലും കർത്താവ് ഞാടി ഞരമ്പുകളിലും കർത്താവ് ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തൈറോയിഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് ഹൃദയ രോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കർത്താവ് പാങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭാശയത്തിലെ സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പിഡ് ട്യൂബിന് സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പിഡ് ട്യൂബ് പറഞ്ഞാൽ അടത്ത് മാറ്റി കളഞ്ഞവരെ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴകൾ, രക്തസ്രാവ രോഗികൾ ഒക്കെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്പോണ്ടിലോസിന് അസുഖമുള്ളവർ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗം രോഗമുള്ളവരെ കൈപ്പണച്ചുകൊണ്ട് സ്വസ്തികയായിട്ട് വെച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണത്തിൽ പ്രാർത്ഥിക്കേണ്ട. ശ്രുതികട്ടെ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുക. 38 വർഷമായി ഞാൻ അർപ്പിച്ച വിശുദ്ധ കൃപയുടെ യോഗ്യതയാൽ കർത്താവ്, ഈ നാളിത് വരെ കർത്താവ് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കരുണ കാണിച്ച ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാഭേദികൾ ഈ അൾത്താരെ പ്രാർത്ഥിക്കുന്ന, ഈ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും, അതുപോലെ കർത്താവ് ഓൺലൈനെ പ്രാർത്ഥിക്കുന്നവരും, കർത്താവ് അവരെവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ എവിടെ നിന്നാലും കർത്താവ്, ഈ ആഴ്ചയിൽ നടക്കുന്ന ഇൻ്റർവ്യൂകൾ, ഈ ആഴ്ചയിൽ നടത്തുന്ന പരീക്ഷകൾ, ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗ ചികിത്സകൾ, എല്ലാ തരത്തിലും പ്രസവങ്ങൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻസുകൾ, അതുപോലെ ഇൻ്റർവ്യൂകൾ, അതുപോലെ തന്നെ കേസുകൾ, അതുപോലെ ജഡ്ജി നടപടികൾ, അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ കേസുകൾ, അത് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവരെ, വീട് വെക്കാൻ ഇടമില്ലാത്തവരെ, പരസ്പരം കലഹിക്കുന്നവരെ, കുടുംബകലഹമുള്ളവരെ, ഭാഗ ഉടമ്പടി നടക്കാത്തവരെ, വിദേശ സഞ്ചാരത്തിലേക്ക് ഇരിക്കുന്നവരെ,
പോകാൻ പോകുന്നവർ, വിസ പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശ രാജ്യങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന്, അതുപോലെ ടെസ്റ്റിനും രോഗത്തിനും ചികിത്സയ്ക്കും എല്ലാം വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലെ കർത്താവ് സാമ്പത്തികമായ വിഷമതകൾ വേണ്ടി അനുഭവിക്കുന്നവരെ, കുഞ്ഞുങ്ങൾക്ക് തന്നെ ലോൺ പാസ്സാകാതിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുള്ളവരെ, കർത്താവിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കം കിട്ടാത്തവരെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവ് കാറ്റായി കടലായി കർത്താവ് ഇരമ്പി വരുന്ന പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അങ്ങ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 126 കർത്താവ് 1-6 വരെ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ കർത്താവ് നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ കർത്താവ് അങ്ങയുടെ മക്കളുടെ ചൈതന്യത്തെ ഐശ്വര്യത്തെ കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മധ്യസ്ഥത പ്രസാദിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തെ പുനരാഗമിപ്പിക്കുക. ആ ദൈവത്തിൻ്റെ ചൈതന്യം കർത്താവ് ആദിമ സഭയിലെന്നതുപോലെ ആദ്യകാലങ്ങളിലെന്ന പോലെ ജലപ്രപഞ്ചം മേലെ ചലിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം മക്കളിലേക്ക് തിരഞ്ഞവരുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ തിരിച്ചോർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ മുൾക്കിടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ തിരുവിലാലും മുഴുവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുൾക്കത്തിലെ കർത്താവ് ശത്രുക്കൾ ഒഴിഞ്ഞത് കർത്താവ് നിൻ്റെ മുതുകിലാണ് കർത്താവ്. നിൻ്റെ മുതുകിലെ തിരിച്ചോരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പീഡാനുഭവങ്ങളെ ഉച്ചമുതൽ ഉള്ളംകാൽ വരെയുള്ള ആണിപ്പഴുതുകളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അടിപ്പിണർ പോലെ വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി കർത്താവെ. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥ ഓർത്ത് കർത്താവ്, ഭർത്താവിൻ്റെ മദ്യപന ആസക്തി ഓർത്ത്, തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, എന്തെല്ലാം തരങ്ങൾക്ക് വേണ്ടി കർത്താവ് മക്കൾ കണ്ണുനീരിടുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ആണിപ്പെടുത്താതെ അത്ഭുത കർത്താവ് സാധനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 2 രാജാക്കന്മാർ 3:15 പറഞ്ഞിരിക്കുന്നവർ കർത്താവ്, കാറ്റില്ല മഴയില്ല അരുവിത്തടങ്ങളെല്ലാം കർത്താവ് ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവ്, ഒരു പ്രതീക്ഷയില്ല എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടാതെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ മാർഗ്ഗരോഗങ്ങൾ രോഗങ്ങൾ തീരാ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ. നിൽക്കുക, കൈകൾ കൂപ്പുക, ഈശോയെ നോക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും